ഐശ്വര്യ പറഞ്ഞത് കേട്ടിട്ടാണോ മഹിയെ സംശയിക്കുന്നത്? അത് വേണ്ട. അർജുൻ, നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അവനെ പോയി പരിശോധിക്കാൻ. ഈ നിൽക്കുന്ന കല്യാണി വിളിക്കാതെ മഹി എങ്ങനെയാ മുറിയിലെത്തി? എന്റെ ചോറ്റാനിക്കരമ്മയാണ് സത്യം. ഞാൻ വൈസാറിനെ വിളിച്ചിട്ടില്ല. എനിക്കൊന്നും അറിയില്ല. ഞാൻ ഐശ്വര്യ മാഡം പറഞ്ഞതനുസരിച്ച് ആ മുറി വൃത്തിയാക്കുക മാത്രമാണ് ചെയ്തത്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. വേണ്ട, അങ്ങനെ ആരുടെയും കവലപ്രസംഗം കേൾക്കാനുള്ള സമയമല്ലിത്. ഒരു വേലക്കാരിയായ നീ ചോദിക്കുന്നതിന് മാത്രം മറുപടി കൊടുത്താൽ മതി. അല്ലാതെ ഇങ്ങോട്ട് നിർദ്ദേശവും ഉപദേശവും ഒന്നും തരണ്ട. പറഞ്ഞത് കേട്ടല്ലോ? ഓരോരുത്തർക്കും ഉണ്ട് അവരവരുടെ സ്ഥാനം. അത് കണ്ടും കേട്ടും മനസ്സിലാക്കിയും നിന്നോണം. ഇത് ജനാധിപത്യ രാജ്യമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യമാണ് മറ്റ് പല സ്വാതന്ത്ര്യങ്ങളിലേക്കും കടക്കുന്നത്. എന്നാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയണ്ടെന്ന് വിചാരിച്ചതാ, പക്ഷെ ഇപ്പൊ തോന്നുന്നു ഞാനത് പറയാതിരുന്നാ വലിയ തെറ്റാവൂന്ന്. ഈ കുടുംബത്തിലെ മൂത്ത മരുമകളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടവളാണല്ലോ ഞാൻ. കുടുംബം തകർന്നു പോവാണ്ടിരിക്കാൻ ശ്രമിക്കേണ്ടത് ഞാനും കൂടിയല്ലേ? മുഖവുരയൊക്കെ പിന്നെ മതി. നീ കാര്യം പറയാം. ഈ നിൽക്കുന്ന മഹി ഒരു കത്തും വായിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടതാ. അങ്ങനൊരു കത്തും വായിച്ച് മഹി എന്റെ മുന്നിലൂടെ പോണെങ്കില് ചിന്നു കത്തെഴുതി മഹിയെ ആ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയതാവാനാണ് സാധ്യത. ഞാനോ? ഞാൻ എന്തിനു കത്തെഴുതണം? ഇത് കള്ളവാ, ആരും വിശ്വസിക്കരുത്. നീ പറഞ്ഞത് സത്യമാണോ? അതറിയാനേ ഒരു മാർഗമുണ്ട്. ഞാൻ കണ്ടതുപോലെ മഹി വായിച്ചുകൊണ്ട് പോയത് ചിന്നു കൊടുത്ത കത്താണെങ്കിൽ ആ കത്ത് ഇപ്പോഴും മഹിയുടെ കൈവശം തന്നെ ഉണ്ടാവും. അർജുൻ, എല്ലാവരും വാ. ആര് പറയുന്നതാ ഞാൻ വിശ്വസിക്കേണ്ടത്? സത്യം എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. അർജുൻ, നീ അവന്റെ പോക്കറ്റ് ഒന്ന് പരിശോധിക്കേ. ശരിയമ്മ. ഷർട്ടിന് പോക്കറ്റ് പോലും ഇല്ലാത്ത മഹിയെ എങ്ങനെ പരിശോധിക്കാനാ കുഞ്ഞോടെ? എന്താ അമ്മ ഇതൊക്കെ? ചിന്നു എനിക്ക് കത്തൊന്നും തന്നിട്ടില്ല. ഇതൊക്കെ വെറുതെ പറയുന്നതാ. ദയവേത് എന്നെ ഒന്ന് വിശ്വസിക്ക്. വിശ്വസിക്കാം. ആദ്യം അർജുൻ നിന്നെ ഒന്ന് പരിശോധിക്കട്ടെ. അമ്മ വേണ്ട.
അങ്ങനെ എല്ലാവരും മുന്നിൽ ഒരു കുറ്റക്കാരനാക്കിക്കൊണ്ട് ആരും എന്നെ പരിശോധിക്കണ്ട. മഹി, ഒളിപ്പിച്ച് വെക്കാൻ ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ വെപ്രാളമൊക്കെ? പരിശോധിക്കുന്നവര് പരിശോധിച്ചിട്ട് പോട്ടേന്ന് വെക്കണം. അപ്പോഴല്ലേ അതിനൊരു അന്തസ്സും ആണത്തും ഒക്കെ ഉണ്ടാവാ. എന്തു പറഞ്ഞാലും എന്നെ പരിശോധിക്കാൻ പറ്റില്ല. ഇവൻ അങ്ങനെ പലതും പറയും. നീ അവനെ പോയി പരിശോധിക്ക അർജുൻ. രമേ, അത് വേണോ? വേണം. എനിക്ക് സത്യാവസ്ഥ അറിയണം. ഐശ്വര്യ പറഞ്ഞത് കേട്ടിട്ടാണോ മഹിയെ സംശയിക്കുന്നത്? അത് വേണ്ട. അർജുൻ, നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അവനെ പോയി പരിശോധിക്കാൻ. മാറ്റ്. വേണ്ട. കൈമാറ്റ്, ഞാൻ നോക്കട്ടെ. ഏട്ടാ പറയുന്നതൊക്കെ വേണ്ടെന്ന്. ആ. ഏട്ടാ വിട്. ഏട്ടാ മഹി, ഏട്ടാ ദാ,